അനുമോളെ, കുവൈറ്റ് നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നീ ഇവിടുന്ന് പോകുന്നില്ല എന്നാണ് നിൻ്റെ ഹസ്ബൻഡ് റോബിൻ മാത്യു അല്ലല്ലോ സെബാസ്റ്റ്യൻ. റോബിൻ സെബാസ്റ്റ്യൻ എന്താണ് നീ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്കിഷ്ടമാണ്, കാമാണ്, അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ്. ദിനാറ് ഒരു 350 പോണമെന്നുണ്ട്. കുവൈറ്റിലെ ന്യൂ മെമ്പറല്ലേ നീ? പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണ്, പക്ഷെ ഇവിടെ വന്നൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരിക്കും ഒരു തവണ പോലും ഞാൻ ചോറൊന്നും ചൂടാക്കി കഴിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്ന ചോറ് 4 ദിവസം ചൂടാക്കി കഴിക്കുന്ന അവസ്ഥയാണ്. പിന്നെ വൈകുന്നേരം ഫ്രണ്ട്സുമായിട്ട് ചായ കുടിക്കാൻ പോകും. ജോലിയുടെ ഇടയിൽ 5 മണിക്കൊരു ചായ കുടിയുണ്ട്. ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അണ്ണൻ്റെ കടയിൽ നിന്ന് ചായ മേടിക്കുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആ ചായ അതിൻ്റെ കൂടെയുള്ള കടി. അപ്പോൾ തൽക്കാലത്ത് ഞങ്ങൾ കുബൂസ് വെള്ളം മുക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. എടി അലി, നിന്റെ വീട്ടുകാരിത് കേൾക്കണ്ട. നിനക്കപ്പോൾ അണ്ണൻ്റെ കടയിലെ ചായ ആണല്ലേ നിനക്ക് മിസ് ചെയ്യണേ? ആ കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് പച്ചവെള്ളമാണോ? മിക്കപ്പോഴും ഞങ്ങളിത് അവിടെ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ട്. അവൾ ഇവിടെ ചായ അല്ല കുടിക്കുന്നത്. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പെണ്ണുപിള്ളക്ക് ഞാൻ കണ്ടിട്ടുണ്ടാക്കി കൊടുത്താണ്. അങ്ങനെ പറയല്ലേ. സോറി ഗൈസ്, ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുവൈറ്റ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. സീരിയസ്ലി അത് പറഞ്ഞത് സീരിയസ്ലി അതർ GCC കൺട്രീസിനെ നോക്കുമ്പോൾ ലിവിങ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒരു ജോലി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തിച്ച് ഈ കുവൈറ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ കം ടു കുവൈറ്റ് ഹബീബി. യെസ്, മാസലാമ അല്ലേ. ബൈ. വീണ്ടും ഒരു വീഡിയോയുമായി സന്ധിക്കും വരെ അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്ലാൻ ചായക്കടയിലെ ചായ. ഇനി അണ്ണന്റെ കടയിലെ ചായ കുടിച്ച് ഇവരെ ഒന്ന് ചാർജ് ആക്കിയിട്ട്. ഇത്രയും പറഞ്ഞത് കൊണ്ട് ചേച്ചിയുടെ വക പരിപ്പോടെ ഉണ്ടെന്ന് ഓഫർ ഉണ്ടായിരുന്നു എനിക്ക്. കൊല്ലില് അണ്ണന്റെ കടയിൽ പോയി ചായ കുടിച്ച് ഞങ്ങൾ ഇപ്പൊ 2 പരിപ്പോടിയായി. ഇനി അവിടെ അങ്ങേറ്റത്ത് എത്ര തരാം, അവിടെ ചെന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.